അപ്പുക്കുട്ടനും അമ്മുക്കുട്ടി അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അപ്പുക്കുട്ടൻ ഇന്ന് സ്പോർട്സ് ആയിരുന്നേ. ആൾ സ്കൗട്ടിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയത്. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഇന്ന് കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്നൊക്കെ വന്ന് പറയാണ് കേട്ടോ. കയ്യിലുള്ള വാച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമേ. അതിട്ട് ആട്ടി 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 ഇന്ന് അത് പൊട്ടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീൻകറി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കേരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ മീനും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എടുക്കില്ല കേട്ടോ. അതിൻ്റെ കുറച്ച് മാറ്റി വെക്കുക. അപ്പം വൈകുന്നേരത്തേക്കിനുള്ള കറിക്കുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻകറി നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് കിടന്ന് തിളയ്ക്കുകയാണ്. അതിനിടയിൽ അച്ഛൻ ചായ കുടിക്കാനായിട്ട് സമോസ കൊണ്ടുവന്നായിരുന്നു. പിന്നെ കാ വറുത്തുണ്ട്. ബ്രൂ കോഫിയാണ് ഉണ്ടാക്കിയത്. കുറച്ച് ദിവസത്തേക്ക് പാൽ വേണ്ടാന്ന് പറഞ്ഞേക്കാണ് അച്ഛൻ. കാരണം എനിക്കും പിള്ളേർക്കൊക്കെ കഫക്കെട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ചിഞ്ചുവിന് ഇന്ന് തേയിലവെള്ളമാണ് കൊടുക്കുന്നത്. ചിഞ്ചുവിന് പാലില്ല കേട്ടോ ഇന്ന് കൊടുക്കാൻ. പാൽ ഞങ്ങൾക്ക് ചായ എടുത്തില്ല കേട്ടോ. കാരണം ചിഞ്ചുവിന് ഞാൻ പ്രത്യേകിച്ച് പാൽ വെച്ചില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് തേയിലവെള്ളവും സമോസയും കൊടുക്കാനായിട്ട് അച്ഛൻ പോകണം. അച്ഛന് രാവിലെ ആണെങ്കിൽ ഞങ്ങൾ കൂട് പെരുമ്പാവൂർക്ക് പോകാൻ നേരം പൂട്ടിയതായിട്ടോ. പിന്നെ തുറന്നില്ലായിരുന്നേ. അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അച്ഛനാണെങ്കിൽ തുറന്നിട്ട് കൊടുക്കാൻ പേടി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവൾ കൂട്ടിന് വെളി വന്ന് തന്നെ ദേഹത്തേക്ക് ചാടി കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അച്ഛൻ അങ്ങനെ തീറ്റെന്ന് അച്ഛൻ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറില്ല കേട്ടോ. പാലും വെള്ളമൊന്നും അങ്ങനെ അച്ഛൻ കൊടുക്കാറില്ല. കൂട് അടച്ചിട്ടിട്ടാണ് അച്ഛൻ കൊടുക്കുന്നത്. അച്ഛന് പേടി കേട്ടോ ദേഹത്തേക്ക് ചാടി കയറുന്ന കാരണം. അപ്പോൾ അതിനിടയിൽ വന്ന് നോക്കിയപ്പോൾ മീൻകറി വെന്തു കേട്ടോ. അപ്പോൾ ഇച്ചിരി ചാറിട്ടെടുക്കണം. വൈകുന്നേരം കപ്പ വാങ്ങിച്ച് പുഴുങ്ങുമ്പം മീൻചാറും കപ്പയും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കിടന്ന് മീൻ വെന്ത് കിടന്നാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡിയായി. അതിനിടയിൽ അച്ഛനും ഞാനും കൂടി വാഴയിലേക്കൊന്ന് പോയിട്ടോ. വാഴയിലെ പുല്ലൊക്കെ കളയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വാഴക്കണ്ണൊക്കെ വലുതായി വരുന്നുണ്ട് കേട്ടോ. അപ്പം പിരിച്ചൊക്കെ വെക്കാനുണ്ടേ. അങ്ങനെ വാഴയിൽ അച്ഛനും ഞാനും കൂടി നിന്ന് ഞാൻ സഹായിക്കാനൊന്നും കൂടിയില്ല കേട്ടോ. കാരണം എനിക്ക് ഓണവും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചെറുതായിട്ട് നടുവേദന പിന്നെയും തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കൂടുന്നില്ല കേട്ടോ ഒന്നിനും. അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും കിട്ടും ഞങ്ങളുടെ പുറകെ വരും കേട്ടോ. കിട്ടുമുണ്ടേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴത്തേക്ക് അപ്പുക്കുട്ടൻ വന്നു കേട്ടോ. അപ്പുക്കുട്ടൻ വന്നിട്ട് അവന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറഞ്ഞേ. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളത് ഓണത്തിന് സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്കിന് വാങ്ങിച്ച നൂഡിൽസാണേ. അത് എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഓണത്തിൻ്റെ തിരക്ക് പെരുന്നാളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി ഞാനും മക്കളും കൂടി നൂഡിൽസൊക്കെ കഴിക്കുവാണേ. അതിനിടയിൽ ഇങ്ങനെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ വന്നിട്ട് പോയപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. കാരണം അവർ പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ നല്ല എന്താ പറയുക, ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുതൊടിയിലും വെള്ളം നിറയ്ക്കലും റിസ്ക്, മറ്റേ ബിസ്ക്കറ്റ് ചാടി പിടിക്കലൊക്കെ റിസ്ക് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കളികൾ പിള്ളേർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. വടംവലിയൊക്കെ നടത്തി കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ പിള്ളേരോട് പപ്പ ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ കൂടുന്നത്. പിള്ളേർക്ക് അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ദിവസം വന്നു കേട്ടോ. പിന്നെ അപ്പക്കുട്ടനും അമ്മക്കുട്ടിയൊക്കെ കൂടി ചുമ്മാതെ കിടന്നിട്ട് ഡാൻസും കളി ഓട്ടമൊക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് അപ്പച്ചനും വന്നാൽ എല്ലാ ദിവസം ഫോട്ടോ എടുക്കാതിരിക്കാനായിട്ട് ദൂരെ പോയി നിൽക്കുക കേട്ടോ. ഞാൻ വീഡിയോ പിടിച്ചു പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു പോയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.